ബാലചന്ദ്രനെ എന്തെടുക്കാണെന്ന് വാച്ച് ചെയ്യാനായിട്ട് വൈജിയാണെങ്കിൽ ബാലനറിയാതെ രാത്രിയിൽ ഏകദേശം ഒരു 9-9:30 സമയമൊക്കെ ആകുമ്പോഴേക്കും ബാലൻ്റെ മുറിയുടെ വാതിക്ക് വന്ന് പതുങ്ങി നിൽക്കാണ്. ഈ സമയത്ത് ബാലൻ നമ്മുടെ അലീനനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോളോട് എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ലച്ചാ, ഭക്ഷണമൊക്കെ കഴിച്ചു, കിടക്കാൻ പോവാ. അല്ല, നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് വൈജ അവിടെ നിന്ന് മനസ്സിൽ പറയാൻ കേട്ടോ, പാതിരാത്രി ആയാലും ഇവിടുന്ന് പോയാലും അവൾ ഇയാളെ വിടുമെന്ന് തോന്നുന്നില്ല. കണ്ടില്ലേ, രാത്രി 9:30 ആയപ്പോഴും അവനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാണം കിട്ടവൾ. ഇവക്ക് ഇവിടുന്ന് പോയാലും ഒരു സമാധാനം ഇല്ലേ? അതെങ്ങനെ ഈ സ്വത്തുക്കൾ മുഴുവനും അടിച്ചു മാറ്റണമല്ലോ. അതാണല്ലോ അവളുടെ തീരുമാനം. അതൊന്നും അറിയാതെ ഇയാൾ അവളുടെ മുമ്പിൽ ചാടി കൊടുത്തിരിക്കുകയല്ലേ. കൊച്ചു പെണ്ണിനെ കണ്ടപ്പോൾ അയാളുടെ ഇളക്കം എന്നൊക്കെ പറഞ്ഞ് വൈജ അവിടെ നിന്ന് മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കാണ്. ഇതേ സമയത്ത് ബാലേന്ദ്രൻ നിന്റെ പപ്പ എവിടെ എന്ന് ചോദിക്കുമ്പം പപ്പ ഇവിടെ ഉണ്ടച്ചാ എന്ന് പറയുന്നുണ്ട്. എന്തെടുക്കാ? ഇപ്പോഴും ആ മിലിറ്ററിയുടെ ആ നിയമങ്ങൾ തന്നെയാണോ? എന്തെങ്കിലും നീ മാറ്റി എഴുതിയോ? പിന്നല്ലാതെ ഞാൻ ആരാച്ചാ? ഈ ടേബിൾ നിറയെ ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണത്തിന് അളവൊക്കെ ഞാൻ കുറച്ചു. എന്താ വേണ്ടെന്ന് ചോദിക്കും. 2-3 മെനു ഉണ്ടാക്കും, അത്ര തന്നെ. അല്ലാതെ പണ്ടത്തെ പോലെ ടേബിൾ നിറയെ ഉണ്ടാക്കി വെച്ച് മൊത്തം കൊണ്ട് കളയുന്ന രീതിയൊക്കെ ഞാനങ്ങ് മാറ്റി. അല്ല, നിന്റെ പപ്പയുടെ വൈഫും മക്കളൊക്കെ വന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല അച്ഛാ, അവരെല്ലാം വലിയ ബഹളമായിരുന്നു. പക്ഷേ പപ്പയുടെ വൈഫ് ഒന്നും പറഞ്ഞില്ല കേട്ടോ. സൂസൻ അവര് പാവവാ. പക്ഷെ റീത്താമ്മ ഉണ്ടല്ലോ, അവര് ഭയങ്കര ദേഷ്യക്കാരിയാ. അവരൊന്ന് കുറെ ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷേ പപ്പയാരാ മോൻ, ഒന്നിനും നിന്ന് കൊടുത്തില്ല. പിന്നെ ഡാനിയമ്മളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവക്കും എൻ്റെ അതേ ഷേപ്പാച്ചാ. അവളാണെങ്കിലോ പാവ, ഇച്ചിരി ഡിസബിളൊക്കെ ഉള്ള കുട്ടിയാ. അതുകൊണ്ട് എന്നോട് വലിയ സ്നേഹമായിരുന്നു. വന്ന് എന്നോട് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ സംസാരമൊന്നും അധികം ഇല്ല. ചേച്ചിന്ന് മാത്രം വിളിച്ചു. ആരോടും അധികം സംസാരവും ഒന്നുമില്ല അച്ഛാ. അവളെ കാണുമ്പോഴാ ഒരു സങ്കടം. നീ അങ്ങോട്ടേക്ക് ചെന്നാ ആ കുട്ടിയും കൂടി നീ നേരെയാക്കി എടുക്കുമെന്ന് ഞങ്ങൾക്കറിയാലോ. അല്ല, പിന്നെ നിന്റെ അപ്പച്ചൻ വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പം വന്നിരുന്നു. അതിപ്പോ എന്നെ കാണാതിരിക്കാൻ വയ്യല്ലോ. ഭാര്യയുടെ അതേ മുഖഛായയും അതേ രൂപസാദൃശ്യമുള്ളതല്ലേ ഞാൻ. പിന്നെ കൊച്ചുമോളെ കാണാൻ അപ്പച്ചൻ വരാതിരിക്കുവോ? മിക്കവാറും ഇവിടെ തന്നെയായിപ്പോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിരിക്കാം. പക്ഷെ റീത്തമ്മയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളൊന്നും സോൾവ് ആയിട്ടില്ല. അവരുടെ കുടുംബക്കാരെല്ലാം ഭയങ്കര വലിയ പത്രാസുകാരൊക്കെ അല്ലേ. വലിയ അന്തസ്സും അഭിമാനമൊക്കെ ഉള്ള തറവാട്ടുകാരാ. അവരുടെ അവിടെ എല്ലാം അറിഞ്ഞു, നാണക്കേടായി. അച്ഛൻ്റെ അവിഹിതത്തിലുള്ള മോളാ ഞാനെന്നൊക്കെ അറിഞ്ഞിട്ട് വലിയ വിഷയമായെന്നൊക്കെയാ അവിടെ പറയുന്നത്. അങ്ങനെ അവിടെ ആകെപ്പാടെ പ്രശ്നങ്ങളാ. ഇവിടെ വന്നും പറഞ്ഞിരുന്നു. ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോഴും പള്ളിയച്ഛനും പാർട്ടിക്കാരെയും എല്ലാം കൂട്ടിക്കൊണ്ട് അച്ഛൻ വന്നത്. അങ്ങനെ അച്ഛൻ ഒറ്റയ്ക്ക് എന്ന് പോരാടുമായിരുന്നു. കൂടെ അപ്പച്ചനുണ്ടായിരുന്നു കേട്ടോ. 2 പേരും കൂടി തകർത്തങ്ങ് പോരാടി. അച്ഛൻ്റെ മുമ്പിലെ എല്ലാവരും മുട്ടുകുത്തി. ആ റോബിൻസനാണെങ്കിലോ പോവാൻ നേരം അച്ഛനോട് ചാടിക്കടിക്കാൻ വന്നപ്പോഴേ നമ്മുടെ കൈസർ വിടുവോ? 2 പേരും കൈസറും ടൈഗറും കൂടി എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നില്ലേ. എന്നിട്ട് അവർ നേരെ ഒരു മുരളിച്ച. അത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും മിണ്ടാതെ അവിടുന്ന് സ്ഥലം വിട്ടു. പക്ഷേ പപ്പയെ ചെയ്യുന്നത് കുറച്ച് കടന്ന കൈ തന്നെയാ. സൂസൻ എന്ന് പറഞ്ഞ ആ അമ്മയാണെങ്കിലോ ഒരു പാവവാ. ധ്യാനവും മറ്റുമൊക്കെ ആയിട്ട് അവരിങ്ങനെ നടക്കും. എതിലെങ്കിലും വല്ലപ്പോഴേ വീട്ടിലേക്ക് വരുള്ളൂ. മക്കള് 2 പേരും താമസിക്കുന്നത് ആ റീത്താമ്മയുടെ കൂടെയാ. അതുകൊണ്ടാ അവരുടെ സ്വഭാവം ഇങ്ങനെ. ആ സൂസനമ്മയും പപ്പയും അതുപോലെ മക്കളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് വേറെ അങ്ങോട്ടെങ്കിലും അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ പോലും താമസിച്ചാലും മതിയായിരുന്നു. പിന്നെ പപ്പയുടെ ഈ കയ്യിലിരിപ്പിന് ആരും കൂടെ താമസിക്കാനാ എന്ന് പറയുമ്പോഴേക്കും ബാലൻ ചിരിക്കുന്നു കേട്ടോ. നീ ഇപ്പോൾ കുറച്ചൊക്കെ ഒതുക്കിയെടുക്കുന്നില്ലേ? എന്നാ ചെയ്യാൻ, നമ്മളെ പട്ടാളക്കാരനൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ. പട്ടാളക്കാരെല്ലാവരും ഒന്നും അങ്ങനൊന്നും അല്ലച്ചാ. അതൊക്കെ നമുക്ക് വെറുതെ തോന്നല്ലേ. നമ്മുടെ ഗംഗാധരനങ്ങളെ കുറിച്ച് അച്ഛനറിയാലോ. ആളെന്തൊരു ഫ്രീ ടൈപ്പാ. മക്കളോടും വൈഫിനോടൊക്കെ എന്തൊരു സ്നേഹത്തിലാ. ഈ പപ്പയ്ക്ക് അങ്ങനെ ഒന്നുമില്ല. അവരുടെ സ്നേഹവും ഒന്നും പുറത്ത് കാണിക്കാറില്ല. അവർക്ക് ആവശ്യമുള്ള ക്യാഷ്, സാധനങ്ങൾ എല്ലാം അയച്ചു കൊടുക്കുകയും എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യും. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും ബാക്കിയെല്ലാം നോക്കും. അത് മതി വെച്ചാ. അച്ഛനെന്ന് പറഞ്ഞ ഒരു സ്നേഹമൊക്കെ വേണ്ടേ? അതൊന്നും അവർക്ക് കിട്ടുന്നില്ല. ഞാൻ ആ പപ്പയോട് പറഞ്ഞപ്പോൾ പപ്പ പറയാം, റീത്താമ്മയുടെ കയ്യിൽ നിന്നും എന്ന് സൂസൻ വരുന്നോ അന്നേ എനിക്ക് അവരെ സ്വീകരിക്കാനാവുള്ളെന്ന്. പപ്പ പട്ടാളത്തിലായിരുന്ന സമയത്ത്
റീത്താമ്മയുടെ വീടിൻ്റെ അടുത്തേക്ക് മാറിയതാ സൂസൻ. അതിനുശേഷം അമ്മ അവിടെ നിന്ന് വരാൻ കൂട്ടാക്കിയില്ല. എപ്പോഴും മമ്മി അവരുടെ കൂടെ തന്നെയാ. ആ ചേച്ചിയുടെ തണലിൽ നിൽക്കാനാ മമ്മിക്ക് ഇഷ്ടം. പപ്പയുടെ ഓരോ കുറ്റങ്ങളും പറഞ്ഞ് റീത്താമ്മ അമ്മയെ വെറുപ്പിച്ച് വെച്ചിരിക്കാം. പപ്പ ദുഷ്ടനാണെന്നും മിലിറ്ററിയിൽ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ പിരികേറ്റി വെച്ചിരിക്കുക. അതുകൊണ്ട് പപ്പയുടെ കൂടെ താമസിക്കാൻ അമ്മ വരില്ല എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട്. ഓരോ മനുഷ്യരുടെ സാഹചര്യം ഓരോന്നല്ലേ മോളെ, എന്ത് ചെയ്യാനാ. പിന്നെ പപ്പയ്ക്ക് ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട്. ഡാനിയമ്മയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞപ്പം പപ്പയ്ക്ക് ശരിയാണെന്ന് തോന്നി. മോക്ക് ഇത്രയ്ക്കും വയ്യാതിരിക്കുമ്പോൾ പപ്പ ഇവിടെ വന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ശരിയാണോ? അവളെയും കൂട്ടി എങ്ങോട്ടെങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് അവളുടെ മനസ്സൊന്ന് ഫ്രീ ആക്കണ്ടേ? അതുപോലെ അവളെ ഒന്ന് പപ്പയും കൂടെ പോയി ഹോസ്പിറ്റലിൽ കാണിച്ച് അവളെ നേരെയാക്കാൻ നോക്കണ്ടേ? ഇത് കാശ് മാത്രം അയച്ചു കൊടുക്കും. അവളെ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയും ഞാനും കുറേയൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറയാണ്. എന്തായാലും മോളുള്ളപ്പോൾ അതെല്ലാം നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അയാളുടെ ആ ഒരു സ്വഭാവമൊക്കെ മാറി വരും. അയാളും എന്നെപ്പോലെ സ്നേഹിക്കാനൊക്കെ പഠിക്കും. ഞാൻ നന്നായി സ്നേഹിക്കുന്ന ആളല്ലേ മോളെ എന്ന് പറയുമ്പം പിന്നല്ലാതെ എൻ്റെ അച്ഛൻ നന്നായി സ്നേഹിക്കാതിരുന്ന അച്ഛനാ. മകളല്ലാഞ്ഞിട്ടും എന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചില്ലേ? അതുപോലെ ഇവിടുത്തെ പപ്പയും മാറുമായിരിക്കും അല്ലേ? ഞാൻ സ്വന്തം മകളല്ലേ, ആ പപ്പയ്ക്ക് എന്നോട് സ്നേഹം ഇല്ലാതിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം പിന്നല്ലാതെ അയാൾ എത്ര പട്ടാളക്കാരനാണെന്ന് പറഞ്ഞാലും നിന്റെ മുമ്പിൽ അയാൾ മുട്ടുമടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ നിന്നെ കാണാൻ വന്നപ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയത്. ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് എപ്പോഴും മസിലും പിടിച്ച് നടക്കുന്ന ഒരാളായിരുന്നു, ഏറുപിടുത്തമൊക്കെ ആയിരുന്നു. പക്ഷെ അതെല്ലാം മാറി നിന്നെ കണ്ടതോടെ അലിഞ്ഞില്ലാതാവുകയല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അത് ശരിയാ അച്ഛാ. പിന്നെ പപ്പ വിളിക്കുന്നുണ്ട്, ഞാനെങ്കിലേ അങ്ങോട്ട് പോട്ടെ. ഇപ്പോൾ വെള്ളവടിയൊക്കെ ഞാൻ കുറച്ച് കൊണ്ടുവരാം. നേരത്തെ വെള്ളം അടിക്കാതെ ഒരു സെക്കൻഡ് പോലും ഇരിക്കാത്ത ആളല്ലേ. നേരം വെളുക്കുന്ന തൊട്ട് ഉറങ്ങുന്നതിനും വരെ മദ്യപാനമായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നച്ചാ. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ കുറേയൊക്കെ കുറച്ച് കൊണ്ടുവരാം. എങ്ങനെയെങ്കിലും കുറച്ച് കൊണ്ടുവരണം. പപ്പയും സൂസൻ മമ്മിയും മക്കളെയൊക്കെ ഒരുമിച്ച് താമസിപ്പിക്കണം. അതാ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ അല്ല, അവരും ഫാമിലിയായിട്ട് താമസിച്ചാൽ പിന്നെ നീ എങ്ങോട്ട് പോകും? പിന്നെ നമ്മുടെ അവിടുത്തെ അമ്മയെപ്പോലെ അല്ല കേട്ടോ ഇവിടുത്തെ മമ്മി പാവമാ. ആരോടും ഒന്നുമില്ല. ദേഷ്യത്തിനോ പകയ്ക്കോ ഒന്നുമില്ല. ഇത്രയൊക്കെ ആയിട്ട് പോലും എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അതുപോലെ പപ്പയോടും അത്രയ്ക്ക് പാവമാ ആ മമ്മി. അവിടെ പോയി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതും എൻ്റെ സഹോദരങ്ങളല്ലേ എന്ന് പറയാൻ കേട്ടോ. മൊത്തത്തിൽ എനിക്കിപ്പോൾ 6 സഹോദരങ്ങളായാച്ചാ എന്ന് പറഞ്ഞ് ചിരിക്കാൻ കേട്ടോ. ഇനി എവിടെയൊക്കെ സഹോദരങ്ങളുണ്ടെന്ന് ആർക്കറിയാം. ഒന്ന് പോച്ചാ. എന്നാൽ ശരിയേ, ഞാൻ വെക്കുവാണേ എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് വൈജ അവിടുന്ന് ബാലിനറിയാതെ താഴേക്ക് പോവാണ്. മുറിയിൽ പോയി നിന്നിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അലിനയുടെ സ്വന്തം അച്ഛനാണോ? അങ്ങനെയാണല്ലോ അവൾ പറഞ്ഞത്. അയാളുടെ അവിഹിതത്തിലുണ്ടായ കുട്ടിയാണെന്ന്. അപ്പോൾ ബാലന് അയാളെ നേരത്തെ അറിയോ? അതുകൊണ്ടാണോ അവൾ ഇത്രയും കാലം സംരക്ഷിച്ചത്? ബാലനപ്പോൾ അവളെ മോളെപ്പോലാണോ സ്നേഹിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? വല്ലവൻ്റെയും കൊച്ചല്ലേ. അപ്പം അങ്ങനെ സ്നേഹിക്കേണ്ട കാര്യമൊക്കെ അയാൾക്കുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും അവിടെ പോയിട്ട് അയാളുടെ കുടുംബം അവൾ തകർത്തു. അതാണല്ലോ അവൾ പറഞ്ഞത്. അപ്പോൾ അയാളുടെ കൂടെ താമസിക്കുന്നതല്ലേ? അപ്പോൾ ജോലിക്ക് പോയതാണെന്നൊക്കെ പറഞ്ഞത് വെറും കള്ളമായിരുന്നു. എല്ലാം ബാലേന്ദ്രനും അവളും കൂടെ കളിച്ച് നാടകമല്ലേ എന്നൊക്കെ ഇങ്ങനെ അവൾ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. ഈ അലീന ആരാ? ശരിക്കും അവളുടെ അച്ഛൻ ആരാ? അവളുടെ അമ്മ ആരാ? എന്തൊക്കെയാണെങ്കിലും ഇതെല്ലാം കണ്ടുപിടിക്കണം. എൻ്റെ വീട്ടിലേക്ക് ഒരു മാരണം പോലെ വന്ന് കയറിയവളാ. അവളുടെ എല്ലാ ഡീറ്റെയിൽസും ഒന്നറിയണം എന്നൊക്കെ ഇങ്ങനെ വൈജ് മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അവളുടെ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ കാണാതിരിക്കില്ലല്ലോ. അതിൽ നിന്നും ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തും അവൾ ആരാണെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നേരെ അതുമാത്രമല്ല, പട്ടാളക്കാരനാണെന്ന് പറഞ്ഞല്ലോ. ഇനി ഏത് പട്ടാളക്കാരനായിരിക്കും? പിന്നെ എങ്ങനെ പോയാലും അത് എങ്ങനെ ബാലനറിയാം? ബാലൻ ഇതുവരെ ഒരു പട്ടാളക്കാരെ സുഹൃത്തുക്കളെ കുറിച്ച് പറഞ്ഞ് കേട്ടുകൂടിയില്ലല്ലോ. അന്ന് പോയത് ഗോവർദ്ധൻ്റെ കൂടെയില്ലേ? ഗോവർദ്ധന് അയാൾ ആരെന്നറിയായിരിക്കുമല്ലോ. എന്താണേലും ഗോവർദ്ധൻ ഒന്ന് പോക്കണം, അയാളോടൊന്ന് ചോദിക്കണം അതാരാണെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഗോവർദ്ധനെ കാണാനായിട്ട് ഗോവർദ്ധനെ വീട്ടിലേക്ക് വിളിക്കുന്നു കേട്ടോ നമ്മുടെ വൈജ. അപ്പോൾ തന്നെ ഗോവർദ്ധൻ വിളിച്ചിട്ട് ബാലോട് പറയുന്നുണ്ട്, ചേച്ചി ഇതുപോലെ എന്നെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്, എന്തോ കാര്യം സംസാരിക്കലാണെന്നാ പറഞ്ഞേ. എന്തായാലും നീ പോയി നോക്ക്, എന്താ പറയണമെന്നറിയാലോ. മിക്കവാറും അലയുടെ കാര്യമായിരിക്കും, അത് ഉറപ്പാ. ഇന്നലെ വൈകുന്നേരമേ ഞാൻ അവളെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഒരു കാൽപെരുമാറ്റം ഞാൻ കേട്ടതാ. മിക്കവാറും അത് അവളായിരിക്കും.
അലീനയുമായിട്ട് ഞാൻ സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞു കേട്ടതായിരിക്കും എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടോ? ആ, എല്ലാ സ്വഭാവം ഉണ്ടടാ, എന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ കട്ടാക്കാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഗോവർദ്ധൻ വൈജയെ കാണാനായിട്ട് വരുമ്പം വൈജ പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നമ്മുടെ ഗോവർദ്ധനെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. പുറത്തേക്ക് പോയതിന് ശേഷം വൈജ ചോദിക്കുന്നുണ്ട്, അല്ല ഗോവർദ്ധന് അലീനേനെ എവിടെ കൊണ്ട് വിട്ടെന്നറിയോ? അയ്യോ എനിക്കറിയില്ല ചേച്ചി. അന്ന് പിന്നെ ഗോവർദ്ധനായിരുന്നല്ലോ ബാലേട്ടൻ്റെ കൂടെ കൊളത്തുപുഴയ്ക്ക് പോയത്. അതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അത് പിന്നെ ബാലേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ ഡ്രൈവറായിട്ട് പോയെന്നേ ഉള്ളൂ. ഞാനിവിടെ ഇറങ്ങിയൊന്നുമില്ല, എനിക്കൊരാരും പരിചയമില്ല. അപ്പോൾ അലീന എവിടെയാ പോയെന്ന് ഗോവർദ്ധൻ അറിയില്ല അല്ലേ? ഇല്ല ചേച്ചി, എനിക്കറിയില്ല. ഏതോ ഒരു പട്ടാളക്കാരനാണെന്ന് മാത്രം അറിയാം. കൊളത്തുപുഴയിൽ 150 ഏക്കർ റബ്ബർ എസ്റ്റേറ്റൊക്കെ ഉണ്ട് അയാൾക്ക്. അയാളുടെ വീട്ടിലേക്കാണെന്ന് മാത്രമേ അറിയുള്ളൂ. അത് അയാളുടെ പപ്പയാണെന്ന് ഗോവർദ്ധൻ അറിയില്ലേ? ഗോവർദ്ധൻ ഞെട്ടിത്തെറിച്ചോട് ചോദിക്കുകയാണ്, അലീനയുടെ പപ്പയോ? അതെ, അലീനയുടെ പപ്പയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ അയാളെ ഗോവർദ്ധൻ അറിയില്ലേ? എനിക്കറിയില്ല ചേച്ചി. ആ, അലീനയുടെ പപ്പയാണെന്നൊക്കെയുള്ള കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഇതാരാണെന്ന് എനിക്കറിയണം. അലീനയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും എനിക്കറിയണം. തനിക്ക് എന്തെങ്കിലും അറിയോ? അയാൾ ആരാണെന്നോ അയാളുടെ പേരെങ്കിലും? അയ്യോ ചേച്ചി, സത്യമായിട്ടും എനിക്ക് അയാളുടെ പേര് കൂടി അറിയില്ല. വെറുതെ പറയല്ലേ ഗോവർദ്ധ, എനിക്കറിയാം തനിക്കറിയാന്ന്. താൻ വെറുതെ കള്ളത്തരം പറയല്ലേ? അല്ല ചേച്ചി, എനിക്കറിയില്ല. ശരി ആയിക്കോട്ടെ, ഞാൻ കണ്ടുപിടിച്ചോളാം. അവൾ വന്നത് ആ അനാഥാലയത്തിൽ നിന്നല്ലേ? അനാഥാലയത്തിൽ പോയി കൊണ്ടുവന്നാണെങ്കിലോ എൻ്റെ അച്ഛനാണെങ്കിലോ ഇപ്പൊ മരിച്ചും പോയി. പിന്നെ ഞാൻ ആരോട് ചോദിക്കാനാ? പിന്നെ ഉള്ളത് ബാലേന്ദ്രൻ്റെ മനുവാ. അവരെ അന്ന് കൊണ്ടുവരാൻ പോയത് അവരാണല്ലോ. പക്ഷെ അവരൊന്നും കാര്യം വിട്ട് പറയില്ല. അവൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. എങ്ങനെയാണെങ്കിലും ഞാനത് കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയുമ്പോൾ, എന്നാ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. എനിക്ക് മനസ്സിലായി ഗോവർദ്ധന ധൃതിയൊക്കെ. ബാലനോട് പറയാനുള്ള തിടുക്കല്ലേ? എന്താ ചേച്ചി ഇത്? നിങ്ങളുടെ വഴക്കിനിടയിൽ എന്നെ കൂടി പെടുത്തല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവർദ്ധൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. വൈജയാണെങ്കിലോ ഇങ്ങനെ ആലോചന മുഴുകിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. ഇതേ സമയത്ത് ഗോവർദ്ധൻ നേരെ കടയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ക്യാബിനിലേക്ക് കയറി ചെന്നിട്ട് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിക്കുകയാണ്. എന്താണോ താൻ പരവേശം പിടിച്ചു പോയോ? അവൾ എന്തൊക്കെയാ ചോദിച്ചത്? വേറെ ഒന്നുമല്ല, അലീന പോയത് കൊളുത്തപ്പുഴയ്ക്കല്ലേ? അവിടെ ഒരു മിലിറ്ററിക്കാരൻ്റെ വീടല്ലേ? അത് അവളുടെ പപ്പയല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി ബാലേട്ടാ. എനിക്ക് എന്ത് പറഞ്ഞെന്ന് അറിയില്ലായിരുന്നു. ഞാനങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിന്ന് എസ്കേപ്പായി. ഇന്നലെ ഞാൻ പറഞ്ഞില്ലടോ, അവളൊന്ന് ഒളിഞ്ഞു കേൾക്കുന്നത് എനിക്ക് സംശയം തോന്നിയിരുന്നു. അപ്പോൾ എന്തായാലും അയാളുടെ പേര് മാത്രം അലീന പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല. ഒരു മിലിറ്ററിക്കാരനാണല്ലോ എന്നൊക്കെ മാത്രം ഞങ്ങൾ സംസാരിച്ചുള്ളൂ. ക്യാഷ്വലായിട്ടല്ല സംസാരിച്ചത്. അതിൽ നിന്നും അവൾക്ക് വേണ്ടതൊക്കെ ചോർത്തിയെടുത്തതാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ചേച്ചി അടങ്ങിയിരിക്കാൻ തോന്നില്ല. ചേച്ചി അന്വേഷിച്ചുകൊണ്ടിരിക്കുക അവൾ ആരുടെ വീട്ടിലേക്കാ പോയത്, ആരവളുടെ പപ്പ എന്നൊക്കെ അന്വേഷിക്കട്ടോ. അവൾക്കുള്ള കുഴി അവൾ തന്നെ തോണ്ടല്ലേ. പിന്നെ നമ്മളെന്ത് പറയാനാ? അവൾ എന്തെങ്കിലും കാണിക്കട്ടെ, താൻ അതിന് ടെൻഷൻ അടിക്കുന്നേ എന്ന് ചോദിക്കുമ്പം, അല്ല എനിക്കൊരു പേടി പോലെ. നിങ്ങളുടെ കുടുംബമല്ലേ തകരാൻ പോണത്? അലീന ഏറ്റവും ആഗ്രഹിച്ചതും അത് തന്നെയല്ലേ, ബാലേട്ടനെ കുടുംബം തകരുതെന്ന്. അവൾ സത്യം ചെയ്യിപ്പിച്ചതല്ലേ ഒരു കാര്യങ്ങളും തുറന്നു പറയരുതെന്ന്. എടോ, അതിന് ഞാനാണോ തുറന്നു പറഞ്ഞത്? അവൾ തന്നെയല്ലേ ചികഞ്ഞ് അന്വേഷിക്കുന്നത്. അത് അവൾക്ക് തന്നെയുള്ള കുഴിയാ എന്നൊക്കെ പറയുന്നു കേട്ടോ. ബാലേട്ടാ, എനിക്ക് ആകെപ്പാടെ സമ്മതം തെറ്റിയ അവസ്ഥയാ. ഇതെല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് ആകെപ്പാടെ പേടിയാവുന്നു. ബാലേട്ടാ, എന്തൊക്കെ വന്നാലും ബാലൻ്റെ കുടുംബജീവിതം മാത്രം ബാലന് ഉപേക്ഷിച്ച് കളയല്ലേ. 3 മക്കളെങ്കിലും ഓർത്ത്. അതുകൊണ്ട് മാത്രമാണോ ഈ കുടുംബം എന്ന പ്രസ്ഥാനം കൊണ്ട് ഞാൻ മുമ്പോട്ട് പോണത്? അല്ലെങ്കിൽ കാര്യമെല്ലാം വിളിച്ചു പറഞ്ഞ് അവളെ ഞാൻ ചവിട്ടി പുറത്താക്കിയേനെ, എന്നിട്ട് അവളെ ചാണകവെള്ളം തളിച്ചേനെ എന്ന് പറയുന്നുണ്ട്. ഇവർ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേ ദിവസം വൈജ ജോലിക്ക് പോകുന്നില്ല. കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ എന്ന് ജോലിക്ക് പോകുന്നില്ലേ? ഇല്ല, എനിക്ക് ചെറിയ തലവേദന പോലെ, ഞാനന്ന് പോകുന്നില്ല. അങ്ങനെ അവർ 3 പേരും കോളേജിലും സ്കൂളിലൊക്കെ പോവാണ്. അവിടെ ഒരു സെർവൻ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആ സെർവൻ്റ് ജോലിയെല്ലാം തീർക്കുന്നുണ്ട്. വൈജ ഈ സമയം മുറിയിൽ കയറി നിന്നിട്ട് തലങ്ങും വിലങ്ങും നടന്നുകൊണ്ട് ആലോചിച്ചിരിക്കുകയാണ്. അവളെങ്കിലും ആരായിരിക്കും? ഒരു സ്ത്രീ എൻ്റെ അച്ഛനെ കാണാൻ വരുന്നു. ആ സ്ത്രീ വന്ന പാടെ കിടപ്പിൽ കിടന്ന അച്ഛനാണെങ്കിലോ എഴുന്നേറ്റ് കഴക്കൂട്ടം വരെ പോയി. അത്രയും ദൂരം വണ്ടിയിൽ പോയതിനു ശേഷം അലീനെ പറഞ്ഞ് ഏർപ്പാടാക്കി അമ്മയ്ക്ക് സഹായമായിട്ട് വീട്ടിലേക്ക് കൊണ്ടിരുന്നു. അതിനുശേഷം ആരംഭിച്ച പ്രശ്നങ്ങളാ.
ബാലനും മനയും പോയി അവളെ കൊണ്ടിരുന്നു, പിന്നീട് ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നു. എന്തൊക്കെയോ ഇതിനിടയ്ക്ക് കള്ളക്കളികളുണ്ടല്ലോ. അവൾ ശരിക്കും ആരായിരിക്കും? ഇപ്പൊ പോയിരിക്കുന്നത് അവളുടെ പപ്പയാണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാലനും ഗോവർദ്ധനൊക്കെ അവളുടെ പപ്പയാരാന്നറിയാം. പിന്നെ എന്തുകൊണ്ട് അവരത് മറച്ചു വെക്കുന്നേ? അതെല്ലാവരോടും പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഞാനാണെങ്കിലും അത് തന്നെയാണല്ലോ എനിക്ക് പ്രശ്നം. അവളുടെ പപ്പയാരാണെന്ന് പറഞ്ഞാൽ അതോടുകൂടി ആ പ്രശ്നം അവസാനിക്കില്ലേ? എന്തെങ്കിലും മനസ്സിലോർക്കുന്നുണ്ട്. അവളുടെ മുറിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കിട്ടാതിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജ പോയിട്ട് അവളുടെ മുറി ആകെപ്പാടെ അരിച്ചു പെറുക്കാണ് കേട്ടോ. അങ്ങനെ വൈജ അലീന കിടന്ന മുറിയിൽ അന്വേഷിച്ച് ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെ കുറേ തപ്പാണ്, എന്നിട്ടും അവൾക്ക് ഒരു തെളിവുകളും കിട്ടുന്നില്ല കേട്ടോ. അരിച്ച് പറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനമായിട്ട് ഒരു കബോർഡിൻ്റെ അടിയിൽ നിന്നും ഒരു ഡയറി കണ്ടെടുക്കുന്നുണ്ട്. ഇത് അവളുടെ തന്നെ ആയിരിക്കും എന്ന് വൈജ കണ്ടെത്താണ്. അങ്ങനെ തുറന്നു നോക്കുമ്പം അത് അലീനയുടെ ഡയറി തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഡയറി എടുത്ത് വൈജ മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ പോയിട്ട് അവളുടെ ഡോർ ലോക്ക് ചെയ്തിട്ട് അത് വായിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അതിന് തുടക്കത്തിൽ സ്നേഹനികേതത്തിലെ കാര്യങ്ങളാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അങ്ങനെ വൈജയാണെങ്കിൽ ആ ഡയറി മറിച്ച് നോക്കുമ്പോൾ അവൾ എങ്ങനെയാണ് ആ ഒരു അനാഥാലയത്തിലെത്തിപ്പെട്ടത് മുതലുള്ള ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളും എഴുതിയിരിക്കുകയാണ്. ഓരോന്നോരോന്നായി വൈജ വായിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. തന്നെ അമ്മ പ്രസവിച്ചതും, അങ്ങനെ വൈജ പ്രസവിച്ച സമയത്ത് മരിച്ചു എന്ന് പറഞ്ഞ് തന്നെ അവിടെ കൊണ്ടാക്കിയതും, അതിനുശേഷം ബ്രിജിത്തമ്മ തന്നെ വളർത്തിയതും, പിന്നീട് മുത്തശ്ശൻ അവിടെ വന്ന് തന്നെ കൊണ്ടുവന്നതും, ശേഷം ബാലേന്ദ്രൻ സത്യനെല്ലാം അറിയുന്നതും, അങ്ങനെ നീലഗിരിക്ക് പോണതും എല്ലാം അലീന അറിയുന്നതും, അങ്ങനെ തുടങ്ങി കൃഷ്ണമോൾ അറിഞ്ഞത്, മനു അറിഞ്ഞത്, ഇപ്പോൾ സ്റ്റാൻലിയുടെ വീട്ടിൽ ചെന്നെത്തി നിൽക്കുന്നത് വരെ അങ്ങനെയുള്ള എല്ലാ സംഭവ വികാസങ്ങളും വൈജയനെ പറഞ്ഞ് വൈജ അവിടെ വായിക്കുകയാണ് കേട്ടോ. ആ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ആ ബുക്കിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരഞ്ഞ് ആ ഡയറി അവൾ വായിച്ചു തീർക്കുന്നുണ്ട്. അതിൽ നിന്നും തൻ്റെ മകളാണ് അലീന എന്ന സത്യം വൈജ മനസ്സിലാക്കാണ്. താൻ ഇത്രയും കാലം ദ്രോഹിച്ചതും അപവാദം പറഞ്ഞ് പരത്തിയതുമെല്ലാം തൻ്റെ മകളെക്കുറിച്ചായിരുന്നല്ലോ എന്നോർത്ത് അവൾ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. പലതവണയും കൃഷ്ണമോള് അമ്മ ഇതുപോലത്തെ കരയും എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ ഇപ്പോൾ അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ശരിക്കും താൻ എന്തുകൊണ്ടാണ് എല്ലാവരും അമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ താൻ വേദനിക്കുമെന്ന് പറഞ്ഞത് എന്നിപ്പോൾ വൈജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയും സത്യമെല്ലാം അറിഞ്ഞിരിക്കുകയാണ് അലീന തൻ്റെ മകളാണെന്ന്. ഇനി അടുത്തത് വൈജ തൻ്റെ മകളെയും തേടി സ്റ്റാലിൻ്റെ അടുത്തേക്ക് തന്നെ നേരിട്ട് പോകണതാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.